എനിക്ക് ആക്ച്വലി നല്ല വിശക്കണം. ഞാൻ അത് കഴിക്കാൻ വേണ്ടി ഒന്നും ബ്രേക്ക്ഫാസ്റ്റ് വരെ കഴിച്ചിട്ടില്ല. ഐ നെവർ ലൈക്ക് ആർത്തി പിടിച്ച് കഴിക്കൽ ബിരിയാണി ഫ്രം ഔട്ട് സൈഡ്. ആൻഡ് ദാറ്റ്സ് ബിക്കോസ് അമ്മയുടെ ഈ ബിരിയാണി ഈസ് ദാറ്റ് ഗുഡ് ട്ടോ. നാളെ ചിക്കൻ ബിരിയാണി കഴിക്കാനുള്ളതല്ലേ, നല്ലോണം ചിക്കൻ ഇന്ന് തന്നെ കഴിച്ചു കൊടുക്കാം. അതെയോ? ഷെഫിനോട് പറയും, ഞാനെല്ലാം ഉണ്ടാക്കിയേ. ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ടു സിഡ്നി മലയാളി. എന്തൊക്കെയുണ്ടായിരുന്നു ഒരു വിശേഷം? എല്ലാവരും സുഖമായിരിക്കണോ വിചാരിക്കണോ? ഞാനും അമ്മയും സുനിലും കുട്ടികളും എല്ലാവരും ഇവിടെ സുഖമായിരിക്കണോ. വിശേഷങ്ങളൊന്നുമില്ല, സുഖമായിട്ട് ഇങ്ങനെ പോകണു. ഓരോ ദിവസവും ഓരോ പരിപാടികളാണ്. സോ ടൈം ഇസ് ജസ്റ്റ് ഫ്ലൈയിങ്. ഈ ഒരു സമ്മർ ടൈം ഇൻ ഓസ്ട്രേലിയയിൽ നമുക്ക് കൂടുതൽ ടൈം കിട്ടും ബിക്കോസ് ഓഫ് കോഴ്സ് ഓഫ് സമ്മറാണ്. നമുക്ക് കുറച്ചുകൂടെ സൺലൈറ്റ് ഉണ്ട്. രാത്രി ഒരു 8:30, 8:45, 9 മണി വരെയൊക്കെ സൺലൈറ്റ് കിട്ടും നമുക്ക്. സോ ദർ ഇസ് മോർ ടൈം ടു ഡു തിങ്സ്. ഹോളിഡേ സീസൺ ആണ്. ഇപ്പോഴും എൻ്റെ ഓഫീസൊന്നും തുറന്നിട്ടില്ല, നമുക്ക് ഷട്ട് ഡൗൺ പീരീഡ് ആണ്. സോ ഐ ആം ഹാവിങ് a lot of chill time too. I'm enjoying this time off. So of course working ആണ്. So ടൈം ഓഫ് അങ്ങനെ ഷട്ട് ഡൗൺ ഉണ്ടാവില്ല. അവർക്ക് ഹെൽത്ത് സെക്ടർ ആയതുകൊണ്ട് അവർക്ക് ആ പ്രശ്നം, ആ ഒരു സംഭവം ഇല്ല. എനിക്ക് പിന്നെ സുഖമാണ്. ഞാൻ ഇപ്പോൾ ലീവ് എടുത്താലും സ്കെൽറ്റൽ സ്റ്റാഫൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. യൂഷ്വലി എവറി ഇയർ ഞാൻ വർക്കൊക്കെ ചെയ്യാറുണ്ട് ഈ ഒരു ടൈമിൽ. ഞാൻ കുറച്ച് ടൈം ഓഫ് എടുക്കും ആൻഡ് ദെൻ ഐ സ്റ്റാർട്ട് വർക്കിംഗ് അഗൈൻ. ദിസ് ഇയർ ഇപ്പോൾ അമ്മയൊക്കെ ഉള്ളതുകൊണ്ട് ഐ തോട്ട് ഇറ്റ്സ് ഓക്കെ, ലെറ്റ് മീ ജസ്റ്റ് ടേക്ക് ദ ടൈം ഓഫ്. ഐ ചിൽ ആൻഡ് എൻജോയ് വിത്ത് ദ കിഡ്സ് ആൻഡ് അമ്മ. അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ ടൈം ഓഫ് എടുത്തിരിക്കുകയാണ് കേട്ടോ. ആൻഡ് ഷട്ട് ഡൗൺ തന്നെയാണ് നമുക്ക് അല്ലെങ്കിലും. സോ ഇറ്റ്സ് ഓക്കെ. വലിയ തിരക്കില്ലാത്ത ടൈം ഓഫ് ദ ഇയർ ആണ്. വലിയ പണിയൊന്നും ഉണ്ടാവില്ല. സോ അങ്ങനെ നമ്മൾ ചില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് വീഡിയോസ് വാസ് നമ്മുടെ കുറേ വിശേഷങ്ങളും യാത്രകളും പോയതിൻ്റെയും ഒക്കെ ഞാൻ കാണിച്ചു തന്നിരുന്നു. ആൻഡ് എവറിബഡി ആക്ച്വലി എൻജോയ്ഡ് വാച്ചിങ് ഇറ്റ്. സോ താങ്ക് യു ഫോർ ഓൾ ദ സപ്പോർട്ട്, ഓൾ ദ ലവ് ആൻഡ് നിങ്ങളുടെ എല്ലാവരുടെയും കോമെൻറ്റ്സും ഒക്കെ ഞാൻ എല്ലാം വായിക്കാറുണ്ട്. ഞാൻ എല്ലാ കോമെൻറ്റ്സിനും റിപ്ലൈ അയക്കാറുണ്ട്. I don't think ഞാൻ മിസ് ഔട്ട് ചെയ്തിട്ടുണ്ട് ആരുടെയും കോമെൻറ്റ്സിന്. സോ ഐ റിയലി എൻജോയ് റീഡിങ് എല്ലാവരുടെയും കോമെൻറ്റ്സ്. സോ താങ്ക് യു ഫോർ യുവർ കോൺസ്റ്റൻറ്റ് സപ്പോർട്ട്. ഇന്നിപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കണേ. കുറച്ചൊരു ചേഞ്ച് ഉള്ള ഒരു വീഡിയോ ആവണം തോന്നി. അപ്പോൾ അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. എൻ്റെ അമ്മ നല്ല കിടിലനായിട്ട് ബിരിയാണി ഉണ്ടാക്കും. ആ ബിരിയാണി പല ഫാമിലി മെമ്പേഴ്സ് ആൻഡ് ഫ്രണ്ട്സ് ഒക്കെ ഇടയിൽ വളരെ പോപ്പുലറുമാണ്. ബിക്കോസ് അമ്മ അസലായിട്ട് ബിരിയാണി ഉണ്ടാക്കും ആൻഡ് എവറിബഡി ലവ്സ് ഹർ ബിരിയാണി. ഇവിടെ വന്നിട്ട് അമ്മയ്ക്ക് ഇതുവരെ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്തെങ്കിലുമൊക്കെ ആയിട്ട് വീക്കെൻഡിൽ ഉണ്ടാക്കാൻ നിൽക്കുമ്പോഴാവും എന്തെങ്കിലും നമുക്ക് അവിടെ പോകാൻ പ്ലാൻ ഇട്ടിട്ട് ആൻഡ് ദെൻ ഇറ്റ് നെവർ വർക്ക്സ് ഔട്ട്. ഇപ്രാവശ്യം ഏതായാലും ഈ വീക്ക് നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളൂ കാര്യം അങ്ങോട്ട് തീരുമാനിച്ചു. ഇന്നിപ്പോൾ സുനിലും വീട്ടിലുള്ള ഒരു ദിവസമാണ്, കുട്ടികളും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ഉച്ചയ്ക്ക് അങ്ങോട്ട് കൂടാമെന്നായിരുന്നു നമ്മുടെ ഒരു പ്ലാൻ. ബട്ട് അമ്മയുടെ ഒരു ബിരിയാണിയുടെ സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ ഇത് തലേന്നേ തുടങ്ങും ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻ. ബിക്കോസ് ഷീ സെസ് അത് തലേന്ന് അതിൻ്റെ ഒരു മസാലയൊക്കെ ആക്കി വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നെക്സ്റ്റ് ഡേ ആകുമ്പോഴത്തേക്ക് അത് നന്നായി പിടിച്ചിട്ടുണ്ടാവും. ആൻഡ് ദെൻ ഇന്ന് റൈസൊക്കെ ഉണ്ടാക്കി ദമ്മിട്ടാൽ ഇറ്റ് വിൽ ബിക്കം ഫാബുലസ് എന്നാണ് കേട്ടോ അമ്മ പറയാറ്. ആൻഡ് ഐ എം ജസ്റ്റ് ലൈക്ക് ഹെർ അപ്രൻറ്റിസ് പോലെ ഞാൻ കൂടിയെന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് എനിക്ക് കുറേ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. ഞാൻ അത് അതിട് ഇളക്ക് അത്രയൊക്കെ പരിപാടികളെ ഞാൻ ചെയ്യണുള്ളൂ. ഓക്കെ, ബട്ട് മെയിൻ ഷെഫ് അമ്മ തന്നെയാണ്. ഐ എം ജസ്റ്റ് വൺ പരികർമ്മി. ഓക്കെ, മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ ഒരു വീഡിയോയിൽ വ്യൂവേഴ്സ് ഡിസ്ക്രിപ്ഷൻ നോക്കിയിട്ട് മതി. ബിക്കോസ് പലർക്കും ഇത് കണ്ടിട്ട് വായിൽ വെള്ളമൊക്കെ വന്ന് ഒലിച്ച് ആകെ പ്രശ്നമാകും. ഓക്കെ, യു സി, അതുകൊണ്ട് ഞാൻ വാർണിംഗ് തന്നുള്ളൂ. ബിക്കോസ് ഇറ്റ്സ് റിയലി അമേസിങ്. ഇന്നലെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി അമ്മ മസാലയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ തൽക്കാലം ഒന്ന് കുളിക്കാൻ പോവാണ്. ആ നേരം കൊണ്ട് നിങ്ങൾ ആ മസാലയുടെ പരിപാടി എന്തൊക്കെയാണ് ചെയ്തതെന്ന് കണ്ടിട്ട് വരൂ. ബാക്കി പരിപാടികൾ ഞാൻ അതിനുശേഷം കാണിച്ചു തരാം. അപ്പോൾ പറഞ്ഞ മാതിരി വെൽക്കം ടു സിഡ്നി മലയാളി. ഈ ഒരു ബിരിയാണി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വെൽക്കം. പ്ലീസ് കീപ് വാച്ചിങ്. ചിക്കനൊക്കെ വാങ്ങി ചെറിയ പീസാക്കി ബേസിക് ആയിട്ടുള്ള മാരിനേഷനൊക്കെ ചെയ്തിട്ട് വിശപ്പ് തുടങ്ങി. ഞാൻ വേഗം അമ്മേനെയും സാനുവിനെയും സാഷുവിനെയും കൂട്ടി നമ്മുടെ അടുത്ത് തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കൊണ്ടുവന്ന് കേട്ടോ. അതിൻ്റെ കുറച്ച് വിഷ്വൽസും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ചു. ദിസ് പ്ലേസ് ഇസ് കോൾഡ് ദ ഫിഡ്ലേഴ്സ്. ഓക്കെ, നമ്മളപ്പോൾ എന്തപ്പോൾ ചെയ്തേക്കണ വെച്ചാൽ ചിക്കൻ
ചെറിയ ചെറിയ പീസാക്കി മുറിച്ചതുണ്ടല്ലോ തരാം. ഓക്കെ, ഞാനതൊന്ന് പറഞ്ഞോട്ടെ. ചെറിയ ചെറിയ പീസാക്കി മുറിച്ചു. എന്നിട്ട് ആ ചിക്കനിൽ നമ്മൾ എന്തൊക്കെയാ മറ്റേ ഉപ്പ്, മഞ്ഞപ്പൊടി, കുരുമുളക് അല്ലേ, ഉപ്പ്, മഞ്ഞപ്പൊടി, കുരുമുളക്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ടിട്ട് ഇച്ചിരി നാരങ്ങയും പിഴിഞ്ഞ്, ഇതിവിടെ കച്ചറയുണ്ടോ, ഇത്തിരി നാരങ്ങയും പിഴിഞ്ഞിട്ട് പെരട്ടി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയ ബർത്ത്ഡേ. ഓക്കെ, ആ നേരം കൊണ്ട് നമുക്ക് വിഷമല്ലോ. അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കാനാണ് ഇങ്ങോട്ട് വന്നിക്കണേ. ഇത് റൗസ് ഹിൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തുള്ള ഫിഡ്ലർ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റാണ്. ഞാൻ കുറച്ച് ദിവസമായി അമ്മേനെ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന് വിചാരിക്കുന്നു. ഇന്നാണ് ഇപ്പോൾ നടന്നേട്ടോ. വേഗം റിസർവേഷൻ എടുത്തു. റിസർവേഷൻ ഇല്ലാതെ വന്നാൽ നല്ല മെനക്കെടാം. കുറേ ഏരിയാസ് ഉണ്ട് കേട്ടോ ഇരിക്കാൻ. നമ്മളിപ്പോൾ ഇരിക്കുന്നത് അതൊരു ഗ്ലാസ് ഹൗസ് ഇൻഡോർ സീറ്റിങ്ങിലാണ്. ഇതിന് ഔട്ട്ഡോറും ഉണ്ട്, ബിസ്ട്രോ ഉണ്ട്, പബ് ഉണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സീറ്റിങ്സ് ഉള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ റെസ്റ്റോറൻറ്റ്. നല്ല ലവ്ലി ഏരിയ ആണ്. കുറേ സ്ഥലമുണ്ട്, കുറേ സീറ്റിംഗ്, കുറേ ഇവൻറ്റ്സ് ഒക്കെ നടക്കുന്നുണ്ട്. സോ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. സോ തൽക്കാലം നമ്മളൊന്ന് ഫുഡ് അടിക്കട്ടെ കേട്ടോ. ബാക്കി ചിക്കൻ്റെ കറികൾ വൈകിട്ട് കാണിച്ചു തരാം. സാനുമണി കഴിക്കണ ചിക്കൻ ഫിംഗേഴ്സ് ആൻഡ് ചിപ്സ് ആണ്. ഞാനും അമ്മയും കഴിക്കണത് എൻ്റെ ഫേവറേറ്റ് ആൻഡ് ഇപ്പോൾ അമ്മയുടെ ഫേവറേറ്റും കൂടി ആയി മാറിയിട്ടുള്ള ചിക്കൻ സ്നിറ്റ്സലാണ് കേട്ടോ, വിത്ത് മഷ്റൂം സോസ് ആൻഡ് സം ചിപ്സ്. യമ്മി. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഇതമ്മ മഷ്റൂം സോസാണ്. അത് അമ്മ കഴിഞ്ഞ പ്രാവശ്യം ഈ സോസെല്ലാം ട്രൈ ചെയ്തത്. എനിക്ക് ഈ സോസാണ് ഏറ്റവും ഇഷ്ടം. എന്നെ എവിടെ പബ് ഫുഡ് കിട്ടിയാലും കഴിക്കണ ഒരു ഐറ്റമാണ്. അത് എത്ര കഴിച്ചാലും എനിക്ക് മതിയാവില്ല. നാളെ ചിക്കൻ ബിരിയാണി കഴിക്കാനുള്ളതല്ലേ, നല്ലോണം ചിക്കൻ ഇന്ന് തന്നെ കഴിച്ചു കൊടുക്കാം. ഫുഡൊക്കെ നല്ലോണം തട്ടിയിട്ടോ നമ്മൾ. ഈ ഫുൾ സാധനം ഞാൻ കഴിച്ചു. പിന്നെ അമ്മയുടെ പകുതി ഞാൻ കഴിച്ചിരുന്നു. എൻ്റെ ഫേവറേറ്റ് ഫുഡാണ് കേട്ടോ, അതുകൊണ്ടാണ്. ഈ നേരം കൊണ്ട് എന്താ ഉണ്ടാവുക വെച്ചാൽ നമ്മൾ അവിടെ മസാലയൊക്കെ പറ്റി വെച്ചിട്ടുണ്ടല്ലോ, എന്നാൽ ചിക്കൻ നന്നായി പിടിച്ചിട്ട് മാരിനേഷനൊക്കെ ആയിട്ടുണ്ടാവും. വീട്ടിൽ വന്നൊന്ന് ഉറങ്ങി നീറ്റതിന് ശേഷം അമ്മ അതാ പണി തുടങ്ങി കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പ് ഇതിൽ എന്താ ചെയ്യാനുള്ളത് വെച്ചാൽ ആ പെരട്ടി വെച്ച ആ മാരിനേറ്റ് ചെയ്ത ചിക്കനെ ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഷ്നിറ്റ്സൽ കഴിച്ചിട്ട് ഉറങ്ങി നീറ്റൻ്റെ ക്ഷീണം എൻ്റെ മുഖത്തിപ്പോഴും ഉണ്ട്. ബട്ട് ചിക്കനാണല്ലോ ഓടെ വറുത്തുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് എന്തായാലും മണടിച്ചിട്ട് ഞാൻ പൊന്തി വന്നു. വെറും ആ മഞ്ഞൾപ്പൊടിയും ഉപ്പും പെപ്പർ ഇട്ടിട്ട് ഉണ്ടാക്കിയ ചിക്കനാണ് കേട്ടോ. ബട്ട് സ്റ്റിൽ ഇറ്റ് ലുക്ക്ഡ് ആൻഡ് സ്മെൽഡ് സോ നൈസ്. അമ്മ അവിടെ ഉള്ളിയൊക്കെ അരിയാൻ തുടങ്ങി. ബിക്കോസ് ഈ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഉള്ളിയൊക്കെ വേണം. ഇത്ര ബേസിക് ഇൻഗ്രീഡിയൻസ് ആയിട്ടും കൂടെ ആ ചിക്കൻ ഒന്ന് ലൈറ്റ്ലി ഫ്രൈ ചെയ്ത് വന്നപ്പോൾ ഇറ്റ്സ് വാസ് സോ യമ്മി. ഞാൻ വിചാരിക്കായിരുന്നു ഈ ചിക്കൻ്റെ മസാല തന്നെ നമുക്ക് വെറും ചപ്പാത്തിയുടെ കൂടെയൊക്കെ എന്ത് ടേസ്റ്റ് ആയിരിക്കും എന്ന്. ഉള്ളിയൊക്കെ നല്ലോണം അരിഞ്ഞിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, തക്കാളി, ഇതൊക്കെയാണ് ബേസിക്കായിട്ട് നമുക്ക് കട്ട് ആൻഡ് ചോപ്പൊക്കെ ചെയ്ത് വെക്കാനുള്ളൂ ഈ ഒരു മസാലയ്ക്ക് വേണ്ടിയിട്ട്. ഇനി നമുക്ക് ആ മസാല ഉണ്ട്. നെക്സ്റ്റ് എന്താ പരിപാടി? ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് ആക്കുക. ഓക്കെ, എന്നെ മാതിരിയല്ല കേട്ടോ, അമ്മ ഭയങ്കര ഫാസ്റ്റായിട്ടാണ് അടുക്കളയിലെ പരിപാടികളൊക്കെ ചെയ്യുക. ഇതാ ക്വിക്ക്ലിയാണ് ജിഞ്ചറും ഗാർലിക്കും ഒക്കെ കൂടി അങ്ങോട്ട് ക്രഷ് ചെയ്തെടുത്തു. ആൻഡ് പച്ചമുളകൊക്കെ അരിഞ്ഞു, തക്കാളി അരിഞ്ഞു. ആൻഡ് ദെൻ ചിക്കൻ വറുത്തിടുന്ന ആ പാത്രമല്ലേ, അതേ പാത്രത്തിൽ അത് വറുത്ത അതേ എണ്ണയിൽ തന്നെയാണ് ഇപ്പോൾ ഈ മസാല ഉണ്ടാക്കാൻ പോണേ. ആദ്യം വേണ്ട ജീരകം, പട്ട, ഗ്രാമ്പൂ ഒക്കെ ഇട്ടിട്ട് അതൊന്ന് പൊട്ടിയതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കണ ഉള്ളി ഇട്ടു. നല്ലോണം ഉള്ളി ഇട്ടു കേട്ടോ, ബിക്കോസ് നല്ലോണം ഉള്ളി വേണം ആ ഒരു മസാല നല്ല ടേസ്റ്റായി കിട്ടാൻ. അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് നെയ്യ് ഇടണം കണ്ടു കേട്ടോ അമ്മ. ഇതൊക്കെ ആയിരിക്കും കുഞ്ഞു കുഞ്ഞു പൊടിക്കൈകൾ വെച്ച് ഇൻക്രീസസ് ദ ഫ്ലേവർ. നല്ലോണം നട്ട് ചെറിയ തീയിൽ ആ ഉള്ളീനെയൊക്കെ വഴറ്റി എടുത്തു. ഉള്ളി നന്നായിട്ടൊന്ന് വഴണ്ട് വന്നതിന് ശേഷം ആണ് ബാക്കി മസാലയൊക്കെ ഇടേണ്ടത്. വെറുതെ അവിടെ നിൽക്കണ്ട വിചാരിച്ചിട്ട് ചില്ലറ പണികൾ ഞാൻ എടുക്കാൻ തുടങ്ങി കേട്ടോ. ഫോർ എക്സാമ്പിൾ മല്ലിയിലയും മിൻറ്റ് ലീവ്സൊക്കെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെക്കാൻ അമ്മ പറഞ്ഞിരുന്നു. അതൊക്കെ ചെയ്ത് കണ്ടില്ലേ, വേറെ തളർന്ന മാതിരി ഓവർ ആക്ടിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ബിക്കോസ് ഇതൊക്കെ തന്നെ എനിക്ക് ചെയ്യാൻ അറിയൂ. ബാക്കി മുഴുവൻ ഞാൻ അമ്മ പറയുന്നത് കേട്ടിട്ട് അപ്രൻറ്റീസായിട്ട് ഇങ്ങനെ പണിയെടുക്കണമെന്നുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കുഞ്ഞു പണികളൊക്കെ ഞാൻ ചെയ്തു. അരിഞ്ഞു വെച്ചിട്ടുണ്ട് മല്ലിയിലയും പിന്നെ മിൻറ്റ് ലീവ്സും കേട്ടോ. അപ്പോഴത്തേക്ക് ഇതാ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ചെറിയ തീയിൽ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അമ്മ. അതിലേക്ക് ഇട്ടു ഈ ഒരു കറിവേപ്പില. ഓക്കെ, കറിവേപ്പിലയാണ് അറ്റ് ദിസ് സ്റ്റേജ് ആഡ് ചെയ്തത്. ഇഷ്ടംമാതിരി കറിവേപ്പില ഇട്ടിരുന്നു. ആൻഡ് ദെൻ അത് നന്നായിട്ടൊന്ന് വഴറ്റി വരുമ്പോഴത്തേക്കാണ് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ അതിൽ ആഡ് ചെയ്തത്. അമ്മ പറഞ്ഞത് ഉള്ളി ഇങ്ങനെ ലൈറ്റ് വെയിറ്റ് ആയി വരും, അപ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് അളവ് എന്നാണ് കേട്ടോ. ഇതിലേക്കാണ് പച്ചമുളക് അരിഞ്ഞതും ജിഞ്ചർ ഗാർലിക് ചതച്ചെടുത്തതും പേസ്റ്റും കൂടിയിട്ട് ഇങ്ങോട്ട് ഇടുന്നത്. എന്നിട്ട് ആ കുത്തിയ മണം പോണ വരെ വഴറ്റിക്കൊണ്ടിരുന്നു.
ആഫ്റ്റർ ദാറ്റ് അമ്മ ഇട്ടതാണ് മല്ലിപ്പൊടി. ഓക്കെ, അതാ നമ്മളിപ്പോൾ ഉണ്ടാക്കണത് ഒരു 1.2 കിലോ ഓഫ് ചിക്കനാണ്. അതിനാണ് കേട്ടോ ഈ ഇത്രയും ക്വാണ്ടിറ്റി ഓഫ് പൊടികൾ ഇടുന്നത്. മല്ലിപ്പൊടി ഇട്ടു, കാശ്മീരി ചില്ലി പൗഡർ ഇട്ടു, നല്ലോണം പച്ചമുളകുള്ളതുകൊണ്ട് കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ടുള്ളൂ. ആൻഡ് ദെൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും. ഉപ്പ് അധികം ഇടണ്ടെന്ന് പറഞ്ഞു, ബിക്കോസ് നമ്മൾ ഓൾറെഡി ചിക്കനിൽ ഉപ്പൊക്കെ ഇട്ടിട്ടാണല്ലോ ഫ്രൈ ചെയ്തിട്ടിരിക്കണേ. സോ ആ ഒരു അളവും മനസ്സിൽ വേണം. നന്നായി ആ പൊടിയൊക്കെ ഒന്ന് ആയതിന് ശേഷം അമ്മ ആ തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അഗൈൻ ചെറിയ തീയിൽ ഇതിനെ നന്നായി വഴറ്റിയിട്ടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ബേ ലീഫ് ഇട്ടു അറ്റ് ദിസ് സ്റ്റേജ്. നമ്മൾ പറഞ്ഞിരുന്നത് ഒക്കെ ആയതിന് ശേഷം ആ ബേ ലീഫ് എടുത്ത് കളയാമെന്നായിരുന്നു. മസാലയൊക്കെ നന്നായിട്ടൊന്നായി എണ്ണയൊക്കെ ഇങ്ങനെ സൈഡിലേക്ക് ആയി തുടങ്ങുമ്പോൾ നമുക്ക് ഏകദേശം അറിയാമല്ലോ ദാറ്റ് മസാല റെഡി ആയിന്ന്. ഈ ഒരു സ്റ്റേജിലാണ് അമ്മ ആ വറുത്ത് വെച്ച ചിക്കനൊക്കെ ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ആക്കണ്ടായിരുന്നത്. ഈ ഒരു സമയത്താണ് മനസ്സിലായത് ദാറ്റ് പാത്രത്തിന് സൈസ് പോരായിരുന്നു. അപ്പോൾ ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനായിരുന്നു സഹായിച്ചത്. അങ്ങനത്തെ കല്ലറ ചില്ലറ പണി എനിക്ക് ചെയ്യുമല്ലോ. അപ്പോൾ ആ മസാല നന്നായിട്ട് അതിൽ മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ കഷ്ടപ്പെട്ട് അരിഞ്ഞ് വെച്ച കൊറിയാൻഡറും മിൻറ്റ് ലീവ്സും ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചു കേട്ടോ. വേറെ വെള്ളമൊന്നും ഇടില്ല. ചിക്കൻ ഒന്ന് നന്നായി ആയി വരുമ്പോഴത്തേക്കാണ് അമ്മ ഗരം മസാല ഇട്ടത് കേട്ടോ. ഇതൊന്നും എനിക്ക് അറിയണ ഐറ്റംസ് ആയിരുന്നില്ല ഇങ്ങനെ ഈ സ്റ്റേജിലൊക്കെ ഉണ്ടെന്ന്. ഗരം മസാല അത് നല്ലോണം ഇട്ടിട്ടുണ്ട്. ആൻഡ് ദെൻ അഗൈൻ കുറച്ചും കൂടെ പെപ്പറും. ഈ ചിക്കനിൽ മെയിൻ ഫ്ലേവേഴ്സ് അമ്മ പറഞ്ഞത് ഫോർ ദ മസാല വാസ് ഗ്രീൻ ചില്ലി, പെപ്പർ, ഗരം മസാല. അല്ലാണ്ട് മുളക് പൊടിയുടെ എരിവായിരിക്കരുത് മുന്തി നിൽക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു. നന്നായി പുരട്ടിയതിന് ശേഷം നമുക്കിതിനെ അടച്ച് വയ്ക്കാം. ആൻഡ് ഞാൻ വെറുതെ പുറത്ത് വായി നോക്കി നിൽക്കുകയാണ്. അമ്മയ്ക്കിപ്പോൾ നല്ല സമയം കിട്ടുന്നുണ്ട് ഇവിടെ കൃഷിയൊക്കെ ചെയ്യാൻ. വലിയ ഇഷ്ടമാണ് കേട്ടോ. മരുഭൂമി പോലെ നമ്മൾ ഇട്ടിരുന്ന ബാക്ക് യാർഡിൽ അമ്മ അവിടെ കുറേ തക്കാളിയും അതുമാതിരി കോണ്, ഇഞ്ചി ഒക്കെ അവിടെ വളർത്തുന്നുണ്ട് കേട്ടോ. ഈ നേരം കൊണ്ട് നമ്മുടെ ചിക്കൻ വാഴേണ്ടി വരണം. ലോ ഫ്ലെയിമിൽ ചിക്കൻ വെച്ചിട്ട് എണ്ണ ഏൽപ്പിച്ചിട്ടാണ് കേട്ടോ അമ്മ അവിടെ കൃഷിപ്പണിക്ക് പോയിരിക്കണേ. അപ്പോൾ എനിക്ക് നല്ല ടെൻഷനുണ്ട്. ഇത്രയും പണിയെടുത്തിട്ട് ഞാൻ കൊള്ളാക്കരുതല്ലോ. ചിക്കനൊക്കെ നന്നായി റോസ്റ്റായി വന്നതിന് ശേഷം ലാസ്റ്റ് സ്റ്റെപ്പ് അമ്മ ചെയ്തത് എന്താ വെച്ചാൽ തൈര്, നല്ല കട്ട തൈര് അതിലേക്ക് കുറച്ചിട്ടിട്ട് പുരട്ടി നന്നായി ഇളം ചൂടുള്ളപ്പോഴാണ് ചെയ്യണുള്ളൂ കേട്ടോ. ബിക്കോസ് അല്ലെങ്കിൽ ആ തൈര് പിരിയൂലോ. സോ അധികം ചൂടോടെ അടുപ്പത്തിലല്ല വെച്ചതമ്മ. ഈ ഒരു ഫുൾ ഫോം ആയതിനു ശേഷമാണ് തൈരിട്ടിട്ട് നന്നായി മിക്സാക്കി കുറച്ച് നേരം അതങ്ങോട്ട് വെച്ചത് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മൈ ഗോഡ് ഇതിന് എന്തൊരു സ്മെല്ലും ടേസ്റ്റും ആയിരുന്നു. ഒരു വെന്തോ നോക്കാൻ വേണ്ടിയിട്ട് എന്നോട് തന്നതായിരുന്നു. ആ താപ്പിൽ ഞാൻ കുറച്ച് ചിക്കനും മുഖത്താക്കി. ഒന്ന് കുളിച്ചപ്പോൾ ഒരു സുഖം. നമുക്കിവിടെ സമ്മറിലല്ലേ തണുത്ത വെള്ളത്തിലൊക്കെ കുളിക്കാൻ പറ്റുമോ. സോ ഇറ്റ് ഫീൽസ് സോ നൈസ് അറ്റ് ചൂടുള്ള ദിവസം തണുത്ത വെള്ളത്തിലൊന്ന് കുളിച്ച് ഒന്ന് ബ്ലോ ഡ്രൈ ഒക്കെ ചെയ്തപ്പോൾ ഒരു സുഖം. എനിവേസ് പരിപാടികളൊക്കെ കണ്ടുവല്ലോ. നല്ല കിടിലനാണ് സംഭവം കേട്ടോ. ഞാൻ ഇന്ന് രാവിലെ ഫ്രിഡ്ജിൽ നിന്ന് ആ മസാലയൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചപ്പോൾ തന്നെ ഐ വാസ് ലൈക്ക് സ്മെൽ സോ ഗുഡ്. ആൻഡ് ഒന്ന് ഞാൻ ചെറുതായിട്ട് ആ മസാല ടേസ്റ്റ് ചെയ്തപ്പോഴും ഇറ്റ് വാസ് റിയലി യമ്മി കേട്ടോ. ഐ ഗ്രൂ അപ്പ് അമ്മയുടെ ഈ ബിരിയാണി കഴിച്ചിട്ട്. ഇതൊരു തലശ്ശേരി അല്ലെങ്കിൽ മലബാർ സ്റ്റൈൽ ബിരിയാണിയാണ് സംഭവം. നമ്മൾ തൃശ്ശൂർക്കാരാണ്, എന്നാലും അമ്മ ഉണ്ടാക്കുന്നത് മലബാർ സ്റ്റൈൽ ബിരിയാണിയാണ്. ആൻഡ് ബിക്കോസ് ഐ ഹവ് ഗ്രോൺ അപ്പ് ഈറ്റിംഗ് ഹർ ബിരിയാണി, എനിക്ക് അതിന് ശേഷം ഒരിക്കലും ഞാനിപ്പോൾ റെസ്റ്റോറൻറ്റിലോ ഒക്കെ പോയാൽ ഐ നെവർ ഓർഡർ ബിരിയാണി കേട്ടോ. ബിക്കോസ് എനിക്ക് അതിനോടൊന്നും അത്ര എക്സ്ട്രാ ക്രേവിങ് ഫീൽ ചെയ്തിട്ടില്ല. ബിക്കോസ് എനിക്ക് അമ്മയുടെ ബിരിയാണി കഴിച്ചതിന് ശേഷം ഹോം മെയ്ഡ് ബിരിയാണീസ് വിത്ത് ലൈക്ക് ദ വൺസ് ലൈക്ക് ഷീ മേക്സ് അതിനോടാണ് ഒരു ഇൻട്രസ്റ്റ് ഉള്ളൂ കേട്ടോ. ഞാൻ പിന്നെ ആർത്തി പിടിച്ച് കഴിച്ചിട്ടുള്ളത് എൻ്റെ ഒരു ഫ്രണ്ട് കലയുണ്ട്, അവളുടെ ബിരിയാണി. ഹേഴ്സ് ഇസ് ഓൾസോ കിഡിലൻ. പിന്നെ എൻ്റെ ഫ്രണ്ട് മീരയില്ലേ, അവളും ഒരു പ്രോൺസ് വെച്ചിട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട്. അത് എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. അതല്ലാതെ ഐ നെവർ ലൈക്ക് ആർത്തി പിടിച്ച് കഴിക്കൽ ബിരിയാണി ഫ്രം ഔട്ട്സൈഡ്. ആൻഡ് ദാറ്റ്സ് ബിക്കോസ് അമ്മയുടെ ഈ ബിരിയാണി ഈസ് ദാറ്റ് ഗുഡ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഈ വീഡിയോ എന്തായാലും കവർ ചെയ്യണം വിചാരിച്ചത്. സംഭവം കുറച്ച് മെനക്കെട്ട പണിയാണ്. ഇറ്റ്സ് എ വെരി കോംപ്ലിക്കേറ്റഡ് ഡിഷ് ടു മേക്ക്. ഞാൻ എപ്പോഴൊന്നും ചെയ്യാനൊന്നും പോകുന്നില്ല. ഇടയ്ക്ക് ഞാൻ ബിരിയാണി ഉണ്ടാക്കാറുണ്ട്. ഞാൻ ഒരു ഇൻസ്റ്റൻറ്റ് ബിരിയാണിയുടെ വീഡിയോന് മുമ്പ് ഇട്ടിട്ടുണ്ടല്ലോ. ബട്ട് അമ്മയുടെ ബിരിയാണി സ്പെസിഫിക്കലി നല്ല ടേസ്റ്റ് കേട്ടോ. ആൻഡ് ദേഴ്സ് കുഞ്ഞു കാര്യങ്ങൾ ദാറ്റ് ഷീ ആഡ്സ് ടു ഇറ്റ് വിച്ച് ഐ തിങ്ക് അതാണ് ഇവൻച്വലി നല്ല ടേസ്റ്റായിട്ട് വരണേ. എൻ്റെ ഇൻസ്റ്റൻറ്റ് ബിരിയാണിയുടെ വീഡിയോയിൽ എനിക്കൊരു കോമെൻറ്റ് വന്നിരുന്നു ഫ്രം സം വൺ ദാറ്റ് ഇതിൽ മുട്ടയിടേണ്ട ആവശ്യമില്ലായിരുന്നു, ഭംഗി പോവും, അതിൻ്റെ ഒരു എസ്തറ്റിക് ലുക്ക് പോവും എന്നൊക്കെ. അതുകൊണ്ട് പ്രശ്നം ഞാൻ അമ്മോടും പറഞ്ഞു മുട്ട വേണ്ട, ലെറ്റ്സ് അവോയ്ഡ് ദ മുട്ട, വിൽ ജസ്റ്റ് ഡു ലൈക്ക് എ റൈത്ത സാലഡ് പോലെ. ആൻഡ് പപ്പടവും അച്ചാറും ധാരാളമാണ്. ബിക്കോസ് ദാറ്റ് ബിരിയാണി ഈസ് ദ ഹീറോ. ലെറ്റ്സ് നോട്ട് ഓവർ കോംപ്ലിക്കേറ്റഡ്. പുതിന ചട്നിയൊക്കെ ഉണ്ടാക്കാന്നൊക്കെ അമ്മ പറയുന്നുണ്ടായിരുന്നു. അത് വേണ്ട, സാരമില്ല, വിൽ ജസ്റ്റ് സ്റ്റിക്ക് ടു ദ സ്റ്റോ. ഓക്കെ, സോ നമുക്ക് അടുത്ത പരിപാടികളിലേക്ക് കടക്കാം. ലെറ്റ്സ് ജസ്റ്റ് സീ ഹൗ ദിസ് ബിരിയാണി is eventually made. Okay, അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോണത്. But what I want to add also is that
പിള്ളേർ നല്ല ഒച്ചയും ബഹളമാണ്, ഓടിക്കളിയാണ് രണ്ടെണ്ണവും. പോരാത്തന്നെ TV, പോരാത്തന്നെ മിക്സി, അവിടെ അങ്ങനെ ബഹളങ്ങൾ ഉള്ള ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഈ ഒരു വീഡിയോ കുറേയൊക്കെ ഞാൻ വോയിസ് ഓവറിലാണ് കേട്ടോ ഫുൾ ദിസ് കിച്ചണിലെ പരിപാടി ചെയ്യണത്. ബിക്കോസ് അതാണ് ഐ ഫെൽറ്റ് വാസ് ഈസിയർ. അല്ലാണ്ട് എല്ലാം കൂടെ നടക്കില്ല. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു ദ കിച്ചൺ. ഞാൻ ആസ് ഓൾവേസ് പരികർമ്മി ആയിട്ടാണ് ഇപ്പം പോകാൻ പോണത്. അമ്മ എന്തൊക്കെയാണ് ചെയ്യാൻ പോണതെന്ന് ലെറ്റ്സ് ഗോ സീ. തലേ ദിവസം നമ്മൾ ആ ചിക്കൻ്റെ മസാല ഒക്കെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ കയറ്റുകൊണ്ട് ഇന്നിപ്പോൾ ചിക്കൻ്റെ ബിരിയാണി ഉണ്ടാക്കാൻ കുറച്ചും കൂടെ എളുപ്പമുണ്ട് എന്ന് അമ്മ പറഞ്ഞു കേട്ടോ. സ്റ്റാർട്ടിങ് പ്രോസസ്സ് തന്നെ രാവിലെ അമ്മ തുടങ്ങിയത് വേഴ്സ് നമ്മുടെ സുൽത്താനാസ് ആൻഡ് നമ്മുടെ കാഷ്യൂവിനെയൊക്കെ നെയ്യിലിട്ടിട്ട് ഒന്ന് ഇളം ചൂടിൽ കരിയാതെ വറുത്തെടുക്കുമായിരുന്നു കേട്ടോ. കരിയാതിരിക്കാൻ കുറച്ച് ബാച്ചായിട്ടാണ് അമ്മ ഉണ്ടാക്കണം കണ്ടത്, വിച്ച് വാസ് ഓൾസോ എ ഗുഡ് ടെക്നിക്. ഞാനൊക്കെ ആണെങ്കിൽ ഒറ്റയടിക്ക് അങ്ങോട്ട് ഫുൾ ഇട്ടിട്ട് അങ്ങോട്ട് ആക്കുകയുള്ളൂ കേട്ടോ. മടി ഒരിക്കലും പാടില്ല ഈ കുക്കിങ്ങിൽ നിന്ന് ഞാൻ ഈ ഒരു ബിരിയാണിയോടെ മനസ്സിലാക്കി. നമ്മുടെ കയ്യിലിപ്പോൾ നാട്ടിൽ നിന്ന് പോയി വന്നപ്പോൾ ഈ പ്രീതിയുടെ മിക്സർ വാങ്ങിയിരുന്നല്ലോ. ഇതിപ്പോൾ ഈ ബിരിയാണിക്കൊക്കെ വളരെ യൂസ്ഫുള്ളാട്ടോ. ഞാൻ കുറച്ചൊരു ബ്ലേഡ് കൊണ്ട് റായത്തേക്കുള്ള ഇങ്ങനത്തെ ഉള്ളിയാക്കി വെച്ചു. പിന്നെ അമ്മയ്ക്ക് ബിരിയാണി ഉണ്ടാക്കാൻ തിൻലി സ്ലൈസ്ഡ് ആയിട്ടുള്ള കട്ടും ചെയ്തു. സോ ഇത്രയും അധികം ഉള്ളി നമുക്ക് എടുക്കാനുള്ളതുകൊണ്ട് ദാറ്റ് മെഷീൻ ഇസ് എ ലൈഫ് സേവർ കേട്ടോ. സെക്കൻഡ് കൊണ്ടാണ് നമുക്ക് ഈ പരിപാടിയൊക്കെ ചെയ്ത് കിട്ടിയത്. നെയ്യിൽ തന്നെയാണ് അമ്മ ഈ ചിക്കനിൽ ബിരിയാണിക്കും മസാലയ്ക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഇത് വറുത്തെടുക്കണ്ടായിരുന്നു ഉള്ളി. സൈഡിൽ ഇതൊക്കെ അങ്ങനെ നൈസായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഒരേമാതിരി കൺസിസ്റ്റൻസി കിട്ടാൻ ഈ ഉള്ളിയും അമ്മ കുറച്ച് ബാച്ചസ് ആയിട്ടാണ് കേട്ടോ ഉണ്ടാക്കണേ, ഒറ്റയടിക്കല്ല. ഇത്രയും അധികം ഉള്ളിയുണ്ട് ചെയ്യാൻ. അപ്പോൾ അമ്മ അത്രയും ചെയ്യണതിന് പേഷ്യൻസ് ഞാൻ സമ്മതിച്ചു. ചിമിട്ടുകൾ അവിടെ വെറുതെ കിടന്നിട്ട് കളിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ എന്താ കുറച്ച് റൈറ്റായിട്ടുള്ള ഉള്ളിയും തക്കാളിയും കുറച്ച് കൊറിയാണ്ടറും ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഇന്നലെ ഉണ്ടാക്കി വെച്ച ചിക്കൻ മസാല. ഓക്കെ, ഇതിലേക്കും അമ്മ ആ വറുത്തിട്ടുള്ള ഉള്ളി കുറച്ച് ഇട്ടിട്ടാണ് വീണ്ടും അതിനെ ഒന്ന് ചൂടാക്കി എടുക്കണേ. ഇന്നിപ്പോൾ നമ്മൾ ദമ്മും ഒക്കെ ഉണ്ടാക്കി ചിക്കൻ ബിരിയാണി ആക്കാൻ അതിനെയും ഒന്ന് ചൂടാക്കി എടുക്കണമല്ലോ. അപ്പോൾ ഈ വറുത്ത് വെച്ച ഉള്ളിയില്ലേ, ഇതും അമ്മ ആ ചിക്കൻ വറുത്ത് വെച്ച മസാലയിൽ ഇട്ടിട്ട് ഉണ്ടാക്കണം ഞാൻ കണ്ടു. ബാച്ചായിട്ട് വീണ്ടും ഉള്ളികൾ ഉണ്ടായോണ്ടിരിക്കണു. അപ്പോഴത്തേക്ക് സൈഡിൽ ഇന്നലെ പാത്രത്തിന് സൈസ് മതിയായില്ല നമ്മൾ കണ്ടാണല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ കുറച്ചുകൂടെ വലിയ പാത്രത്തിലേക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലാണ് നമ്മുടെ ചിക്കൻ ഒന്ന് ഹീറ്റപ്പായി വരുന്നത്. ഇന്നലെ ഉണ്ടാക്കി വെച്ചതായതുകൊണ്ട് നല്ലോണം മസാലയും പിടിച്ചു കേട്ടോ. നെക്സ്റ്റ് അമ്മ ചെയ്തൊരു പ്രോസസ്സും ഞാൻ അന്തമിട്ട് പോയി. കാടമം ഒരു 2 എണ്ണം പൊടിച്ചത് ഈ വറുത്ത് വെച്ച ഉള്ളിയില്ലേ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കുറച്ചിങ്ങനെ കുടഞ്ഞിട്ടു കേട്ടോ, പൊടി മാത്രം. ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് ചെറിയൊരു കുഞ്ഞ് പീസ് ഓഫ് നാരങ്ങ ഒന്ന് പിഴിഞ്ഞിട്ടു. ആൻഡ് ദെൻ മല്ലിയിലയും. ഓക്കെ, ഇത്രയും സാധനങ്ങൾ അമ്മ ആ വറുത്ത് വെച്ച ഉള്ളിയുടെ മുകളിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചൊക്കെ എടുത്തു കേട്ടോ. കുഴയ്ക്കല്ല, ജസ്റ്റ് ഒന്ന് നന്നായി മിക്സ് ആക്കി എടുത്തു. എന്താ അതുകൊണ്ട് സംഭവിക്കണേന്ന് കൃത്യം എനിക്ക് മനസ്സിലായില്ല, ബട്ട് ഇറ്റ് വാസ് വെരി യമ്മി. ഇത്രയും അധികം ഉള്ളി ഉണ്ടായിരുന്നല്ലോ, അതിനാണ് ഇപ്പോൾ ഇത്രയും അധികം നമ്മൾ സാധനങ്ങൾ പരട്ടിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ നേരം കൊണ്ട് അമ്മ അവിടെ വേഗം കുറച്ച് ക്യാരറ്റും കൂടെ അരിഞ്ഞ് തരുന്നുണ്ട് നമുക്ക് ബിരിയാണിയുടെ ദമ്മിലിടാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ റൈസ്. കഴുകി വെച്ചിട്ടുള്ള റൈസ് അമ്മ അതങ്ങനെ സ്ട്രെയിനറിൽ ഇട്ട് വെച്ചേക്കാണ്. വെള്ളം നല്ലോണം ആ അരിന്ന് ഊറ്റി വെക്കാൻ വെച്ചതിന് ശേഷം അമ്മ വലിയൊരു പാത്രത്തിൽ കുറച്ച് നെയ്യ് ഇട്ടിട്ട് അതിലേക്ക് ജീരകം, പട്ട, ഗ്രാമ്പൂ, ഓൾ ഓഫ് ദോസ് ഐറ്റംസ്, സ്ഥിരമുള്ള ഐറ്റംസ് ഇതൊക്കെ ഇട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു കേട്ടോ. ഗീലാണ് കേട്ടോ അത് മുഴുവനും ഉണ്ടാക്കണേ, അതിലാണ് ആ ഫുൾ ടേസ്റ്റ്. വീണ്ടും കുറച്ച് ഉള്ളി അമ്മ അതിലേക്ക് ഇട്ടിരുന്നു, ആ അരിയിലും ആ ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് കേട്ടോ. അധികം മറക്കില്ല ആ ഉള്ളീനെ, ജസ്റ്റ് ഒന്ന് നന്നായി റോസ്റ്റ് ആൻഡ് ഗോൾഡൻ ബ്രൗൺ ആക്കി എടുക്കണ വരെ ഒന്ന് ഇട്ടു. ആൻഡ് അതിൽ കുറച്ച് പച്ചമുളകും ഇട്ടു. എന്നിട്ടാണ് സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള അരി, നമ്മളിപ്പോൾ ഇതൊരു 5 ഗ്ലാസ് അരിയാണ് കേട്ടോ ഉണ്ടാക്കണേ. 5 ഗ്ലാസ് അരി ഈ മസാലയിൽ നന്നായിട്ട് ഇപ്പോൾ പിടിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ആ ഫുൾ മസാല ഈ റൈസിൽ ആ ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി മുഴുവൻ ചെയ്യണത്. നന്നായി റോസ്റ്റ് ചെയ്തതിന് ശേഷം കടിച്ച 2 പീസായി പൊട്ടണ ആ ഒരു അളവാവണം അരി. അതിന് ശേഷം അമ്മ വെള്ളം തന്നെ ഒഴിക്കണുള്ളൂ കേട്ടോ. ആൻഡ് 1:2 റേഷ്യോ ആണ്. ഓരോ കപ്പ് അരിക്കും 2 കപ്പ് വെള്ളം. അങ്ങനെ ദിസ് ഇസ് 5 കപ്സ് ഓഫ് അരി, സോ ദിസ് ഇസ് 10 കപ്സ് ഓഫ് വെള്ളം കേട്ടോ. ജീരകശാല അരി കൊണ്ടാണ് അമ്മ നാട്ടിലൊക്കെ ഉണ്ടാക്കുക. ഇവിടെ ഇപ്പോൾ ഞാൻ ഈ താജിൻ്റെ ബാസ്മതി റൈസ് വാങ്ങിയോണ്ട് അത് വെച്ചിട്ടാണ് അമ്മ ഉണ്ടാക്കിയിരിക്കണേ. ആൻഡ് കറക്റ്റ് അളവിൽ അതങ്ങോട്ട് വെന്ത് വരുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ബഞ്ച് ഓഫ് കൊറിയാണ്ടർ ലീവ്സ് ആൻഡ് ബേ ലീഫ് ആൻഡ് ഉപ്പ് ഇട്ടിട്ട്
കൊടുക്കുകയാണ് ഫോർ ഇറ്റ് ടു കുക്ക് പ്രോപ്പർലി. ആ വെള്ളം വറ്റി വരുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഫ്ലേവറും പിടിച്ചിട്ടുണ്ടാവും. ആ അരി നമുക്ക് വേണ്ട അളവിൽ വെന്തും കിട്ടുന്നുണ്ട് കേട്ടോ. ഞാനൊക്കെ അന്തം വിട്ടു, ബിക്കോസ് എനിക്കിങ്ങനെയൊന്നും ഉണ്ടാക്കാറില്ല. ഞാൻ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ടാണ് കേട്ടോ ഫ്രൈഡ് റൈസോ ബിരിയാണിയോ നെയ്ച്ചോറോ എന്തോ ഉണ്ടാക്കുക. സംഭവം എന്താ, വെള്ളം ഒരു വറ്റി വന്നപ്പോഴത്തേക്ക് ലിഡ് തുറന്നു. ആൻഡ് ദെൻ വാട്ട് ഷി ഡിഡ് വാസ് ഡബിൾ ബോയിലിംഗ് മാതിരി അടിയിൽ വേറൊരു ഹെവി ബോട്ടം പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ അരിയുടെ പാൻ വെച്ചിട്ട് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ദാറ്റ് ഇറ്റ് കംസ് ഔട്ട് റിയലി നൈസ് ആൻഡ് ഫ്ലഫി. കണ്ടോ നമ്മുടെ അരി കണ്ടില്ലേ, നല്ല യമ്മി അരി ആയിട്ടുണ്ട് കേട്ടോ. ഇതന്നെ ഇങ്ങനെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു കറിയും വെച്ചിട്ട് കഴിക്കാം, ബിക്കോസ് ഇറ്റ്സ് റിയലി നൈസ് ഫ്ലഫി യമ്മി റൈസ്. റൈസ് ആയതിന് ശേഷം ആണ് നമുക്കിനി മെയിൻ പരിപാടിക്ക് കിടക്കാനുള്ളത്, വിച്ച് ഇസ് ദ ദമ്മിങ്. അതിന് മുമ്പ് അമ്മ കുറച്ച് നാരങ്ങ പിഴിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. ഐ തിങ്ക് അതിങ്ങനെ അരി ഒറ്റൊറ്റയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. I really love pineapple in my biryani. So the tinned pineapple വാങ്ങി പീസാക്കിയിട്ടുള്ള പൈനാപ്പിൾ, അതുപോലെ ക്യാരറ്റ്, കൊറിയാണ്ടർ, പിന്നെ വറുത്ത് വെച്ച ഉള്ളി, പിന്നെ നമ്മുടെ ചിക്കൻ്റെ മസാല, അതുപോലെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ്, കിഷ്മിഷ്, എല്ലാ സാധനങ്ങളും ഒരു സൈഡിലാക്കി ഇട്ടിട്ട് അമ്മ ദമ്മടിക്കാൻ തുടങ്ങി കേട്ടോ. ഏറ്റവും അടിയിൽ കുറച്ച് ചിക്കൻ്റെ മസാലയാണ്, പിന്നെ അതിലേക്ക് കുറച്ച് റൈസ് ഇട്ടു, പിന്നെ ഈ വറുത്ത് വെച്ച ഉള്ളി, പിന്നെ ക്യാരറ്റ്, കാഷ്യൂ, റേസൻ ഒക്കെ ഓരോ ലെയറായിട്ട് അങ്ങനെ 4 ലെയറിലാണ് അമ്മ ഈ ദമ്മിട്ടത് കേട്ടോ. ഒട്ടും ഒരു ലെയറിൽ പോലും ഒരു സാധനങ്ങളും മിസ് ഔട്ട് ആവാത്ത വിധത്തിൽ വളരെ ഭംഗിയിലാണ് ഇട്ടത്. പൈനാപ്പിൾ ഞാൻ കുറച്ച് കേട്ടിടാൻ പറഞ്ഞു, ബിക്കോസ് ഐ റിയലി ലവ് പറഞ്ഞ മാതിരി പൈനാപ്പിൾ ഇതിങ്ങനെ ടിന്നിൽ ഇങ്ങനെ പീസായിട്ട് തന്നെ കിട്ടും കേട്ടോ. ആൻഡ് ഇറ്റ്സ് ക്വൈറ്റ് നൈസ് ആൻഡ് സ്വീറ്റ് ആൻഡ് ഐ ലൈക്ക് ബൈറ്റിംഗ് ദാറ്റിൻ്റെ ഇടയിൽ. പിന്നെ അടുത്ത ലെയർ ചിക്കൻ. നമ്മളിപ്പോൾ ഡ്രം സ്റ്റിക്സും ബ്രെസ്റ്റ് പീസസും വാങ്ങിയിട്ടാണ്, ഹോൾ ചിക്കൻ വാങ്ങിയിട്ടല്ല ചെയ്തത്, ബിക്കോസ് ജസ്റ്റ് ടു സേവ് സം ടൈം. ബട്ട് ഇറ്റ് വാസ് റിയലി യമ്മി കേട്ടോ. ഞാൻ വിചാരിച്ചു ഫുൾ ചിക്കൻ വാങ്ങണതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല എന്ന്, ബട്ട് ഇറ്റ് വാസ് റിയലി നൈസ്. ആൻഡ് ഓരോ ലെയറിലും അമ്മ ഇടയിൽ കുറച്ച് നെയ്യിടണം കൂടെ കണ്ടു കേട്ടോ, ജസ്റ്റ് ടു ഗെറ്റ് ദാറ്റ് ഫ്ലേവർ ഇൻഫ്യൂസ്ഡ്. ഞാനൊക്കെ പറയായിരുന്നു കൊളസ്ട്രോൾ എന്തായിട്ടുണ്ടാവും കഴിച്ചതിന് ശേഷം, ബട്ട് നല്ല ടേസ്റ്റുള്ള സാധനമല്ലേ, ഇടയ്ക്കല്ലേ കഴിക്കുന്നതും. സോ ഒട്ടും കുറച്ചില്ല. ദമ്മതാ നമ്മുടെ ഫുള്ളായി കഴിഞ്ഞിരിക്കണു. ഇനി ഇതിൻ്റെ ഏറ്റവും മുകളിൽ ലാസ്റ്റായിട്ടും കൂടെ കുറച്ചും കൂടെ ബാക്കിയുള്ള എല്ലാ ടോപ്പിങ്സ് ലൈക്ക് ദ ക്യാരറ്റ് ആൻഡ് ഓൾ ഓഫ് ദാറ്റ് അതും കൂടെ ഇടാണ്ട് ആൻഡ് ദെൻ നമുക്കിതിനെ അടച്ച് വെച്ചിട്ടാണ് കേട്ടോ ദമ്മിയാണുള്ളത്. ബട്ട് ദ ടോപ്പ് ലെയർ ഹാസ് എവറിത്തിങ്. ബാക്കി വന്നിട്ടുള്ള എല്ലാ സാധനങ്ങളും വാരിക്കോരി കറക്റ്റ് അളവായിരുന്നു കേട്ടോ, ഒന്നും ഓവറായി തോന്നിയില്ല, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, കിടലിനായിട്ടില്ലേ ഈ സംഭവം. നല്ല മണമായിരുന്നു കേട്ടോ. അറ്റ് ദ സ്റ്റേജ് ഐ വാസ് ലൈക്ക് ക്രേവിങ്, വായെന്നൊക്കെ വെള്ളം വരും, അങ്ങനെയായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു സംഭവം. ദമ്മടിക്കാൻ അമ്മ ഇപ്പം ചെയ്തത് മാവ് വെച്ചിട്ട് ഇങ്ങനെ പ്രോപ്പർലി അടക്കിയായിരുന്നു. അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ചെയ്താലും മതി, ബട്ട് നമ്മളിപ്പോൾ മാവാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദാറ്റ് മാവ് വെന്ത് കല്ലൻ ചപ്പാത്തി മാതിരി ആകുമ്പോഴാണ് ഏകദേശം നമുക്കത് ഫുൾ ദമ്മ് റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ തോന്നുക. ഈ പാത്രത്തിന് ചുറ്റും മാത്രമല്ല, ഈ പാത്രത്തിൻ്റെ അടപ്പുണ്ടല്ലോ അതിനൊരു ചെറിയ വെൻറ്റ് ഉണ്ട് ആവി പോവാൻ. അതിലും ചെറിയൊരു കാക്കപ്പുള്ളിയുള്ള മാതിരി മാവിൻ്റെ ഒരു പീസ് അതിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ അടച്ചു വെച്ചിരിക്കുക കേട്ടോ. സോ ദാറ്റ് ആവി ഡസൻ ഗോ ആറ്റ് ഓൾ. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ അങ്ങനെ ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടി വേറൊരു പാത്രത്തിലല്ലേ വെച്ചിരുന്നത്, അതുപോലെ തന്നെ ഇതിൽ വെച്ച് ചെറിയ തീയിൽ ഒരു ഹാഫ് ആൻ അവർ ഇരുന്ന് ഇതാവട്ടെ. ഓ ഗൈസ്, അങ്ങനെ നമ്മുടെ ബിരിയാണി ആയിട്ടുണ്ട്. അതിൻ്റെ മീൻസ് ദ മേജർ സ്റ്റഫ് ഇസ് ഓൾ ഡൺ കേട്ടോ. അപ്പോൾ നമ്മൾ ദമ്മൊക്കെ ആക്കാൻ വെച്ചിട്ടുണ്ട്. നൗ നമ്മളിനി ദമ്മ് പൊട്ടിക്കുക ഇസ് വെൻ വി ഈറ്റ് കേട്ടോ. ഇപ്പോൾ ഒരു 11:30 ആയിട്ടുള്ളൂ. നമുക്കൊരു 1 o'clock ആകുമ്പോൾ പതുക്കെ ആ സാധനം ഇങ്ങോട്ട് പൊട്ടിച്ച് തുറന്ന് എനിക്ക് ആക്ച്വലി നല്ല വിശക്കുന്നു. ഞാനത് കഴിക്കാൻ വേണ്ടി ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് വരെ കഴിച്ചിട്ടില്ല കേട്ടോ. ഐ എം ലിറ്ററലി സ്റ്റാർവിങ്. സോ മേ ബി നേരത്തെ ഇന്ന് ലഞ്ചൊക്കെ കഴിക്കും. തുറക്കുമ്പോൾ എന്തൊക്കെയുണ്ട്, ഹൗ ഇറ്റ്സ് ലുക്കിംഗ് എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ബട്ട് ഈ കുറേ പൊടിക്കൈകൾ അമ്മ ചെയ്ത് കണ്ടില്ലേ, അതിലൊക്കെയാണ് തോന്നുന്നു കേട്ടോ സംഭവത്തിൻ്റെ ഒരു നാക്ക് ഇരിക്കണത്. ഇറ്റ് ഓൾ ആഡ്സ് കുട്ടി കുട്ടി ഫ്ലേവേഴ്സ് ടു ഇറ്റ്. സോ അതൊക്കെ കണ്ടിട്ട് ഐ വാസ് ലൈക്ക് ദൈവമേ എന്ത് മെനക്കെട്ട പണിയാണ്, ഞാനൊന്നും ഒരിക്കലും ഇത് ചെയ്യുന്നു തോന്നുന്നില്ല. ബട്ട് കഴിക്കാം, ഉണ്ടാക്കിയില്ലെങ്കിലും കഴിക്കാനൊക്കെ നല്ല ആഗ്രഹമാണ്. സോ തുറക്കുമ്പോൾ ഞാൻ ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ ഗൈസ്, നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇവിടെ വെച്ചിരിക്കുകയാണ് ഈ കുട്ടപ്പനെ. ഇനിയിപ്പോൾ അമ്മ എന്നെ ഡൂ ദ ഓണേഴ്സ് ചെയ്തിട്ട് ഇത് തുറന്നോട്ടെ. അല്ല അമ്മ, വെരിൻ ഇത് തുറക്കാറുണ്ട്. ഞങ്ങൾ കുറച്ച് ആപ്പിൾ ജ്യൂസ് വാങ്ങിയിട്ടുണ്ട് കൂടെ. ബട്ട് ഐ എം ഓൾസോ കീൻ ഇതൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ. ഇത് കണ്ട വൈനാന്ന് തോന്നും, നാളെ എടുത്തൊരു കുപ്പിയായിരുന്നു. ബട്ട് ഇറ്റ്സ് ആക്ച്വലി സ്പാർക്ലിംഗ് ആപ്പിൾ ആൻഡ് ലിങ്കൺ ബെറിയുടെ ഒരു ഡ്രിങ്ക് കേട്ടോ. ഐക്കേ പോയപ്പോൾ വാങ്ങിയതാണ്. ഇറ്റ്സ് ഗോട്ട് നോ ആൽക്കഹോൾ. ബട്ട് ഇതൊന്നും എനിക്ക് ട്രൈ ചെയ്യണമെന്നുണ്ട് ഇതിൻ്റെ കൂടെ. എങ്ങനെ ഉണ്ടാവും കോമ്പിനേഷൻ അറിയില്ല.
റൈത്തയും പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, now we got അച്ചാർ and all of that and പപ്പടവും കാച്ചിട്ടുണ്ട്. Come on lady. തുറക്കൂ ഉണ്ടാക്കിയ ആളല്ലേ, ആദ്യം മാറ്റണ്ടേ. ഇതൊരു കാക്കപ്പുള്ളി പോലെ ആ മുകളിൽ വെച്ച സാധനം കേട്ടോ. അതിൻ്റെ ചുറ്റുള്ള സാധനമാണ് ഊതിക്കൊണ്ടിരിക്കണത്. ആൻഡ് ദെൻ ഇവൻച്വലി ഇത് തുറക്കുമ്പോൾ എങ്ങനെ ഇരിക്കുന്നു കാണിച്ചത്. ഇതാണോ ഇത്? ചപ്പാത്തി ഇല്ല, ഇതിന് വേണമെങ്കിൽ കൂടെ കഴിക്കാം. തുറന്നോളി. വെള്ളം കളയണം. നമ്മുടെ സംഭവം ഉണ്ടാവും. നല്ല ലുക്ക് ഉണ്ട് കേട്ടോ. ആ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റിയപ്പോൾ ഇത് നമ്മുടെ ആ മാവിൻ്റെ ഐറ്റംസ് കേട്ടോ. ഇതൊക്കെ ഒന്ന് മാറ്റിയപ്പോൾ ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ഇന്നത്തെ ബിരിയാണി. ഓക്കെ, ദമ്മ് പൊട്ടിച്ചിട്ട് അമ്മ അതിനെ ദമ്മോടെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അടാ ഓക്കെ, ഇളക്കിയെടുത്തപ്പോൾ ഇതാ ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ ബിരിയാണി ഇരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഈ സാധനം തുറന്നു കേട്ടോ. ടേസ്റ്റ് ഓക്കെ, കുറച്ചൊരു സ്പിരിറ്റ് പോലെ ഉണ്ട് മാത്രം. പിന്നെ പ്രിയയുടെ പിക്കിൾ എടുത്തിട്ടുണ്ട് ഫോർ ലൈം. ആൻഡ് ദെൻ ദിസ് ഇസ് ദ ഡ്രിങ്ക്, ദിസ് ഇസ് ആർ റൈത്ത ആൻഡ് ദിസ് ഇസ് ആർ പ്ലേറ്റ്. കഴി അമ്മായിമ്മയുടെ അവരൊക്കെ ഇവിടെ നിന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. ഉള്ളിൽ കഴിക്കട്ടെ. ഇത് മാറ്റൂ പ്ലീസ്. അതെയോ, ഷെഫിനോട് പറയൂ, ഞാനെല്ലാം ഉണ്ടാക്കിയേ. ഈ ചെറുതിവിടെ മണടിച്ചിട്ടാണോ കച്ചറ കാണിക്കാനാണോ അറിയില്ല, വരണുണ്ട്. നീ നിന്റെ കഴിച്ചോ, ലഞ്ച് കഴിച്ചോ? ശ്രീനിവാസനെ പോലത്തെ ഒരു ഓട്ടം. ഓക്കെ, മൈ ടേൺ. ഞാൻ ട്രൈ ചെയ്യാൻ പോവാ. അമ്മയ്ക്ക് ഇഷ്ടമായി അമ്മ? നമ്മൾ പറയാം, ബട്ട് എന്നാലും അമ്മയ്ക്കല്ല അമ്മയുടെ ബിരിയാണി ഏറ്റവും അധികം അറിയാം. ഞാൻ ആദ്യം കുറച്ച് ചിക്കൻ കഴിക്കട്ടെ. ഓക്കെ, ചിക്കൻ ആൻഡ് മസാല ഞാൻ വിചാരിച്ച മാതിരി തന്നെ നല്ല ഫ്ലേവറുണ്ട്. ഇനി ഞാൻ കുറച്ച് അച്ചാറും കുറച്ച് സാലഡും ഒരു കഷ്ണം പപ്പടവും വച്ചിട്ടൊന്ന് ഒരു പിടി പിടിക്കട്ടെ. കണ്ണിടാക്കണ പോലെ തന്നെ അമ്മ. വെരി യമ്മി കേട്ടോ, വെരി യമ്മി. ഇറ്റ്സ് ആക്ച്വലി വെരി ഗുഡ്. നന്നായി പിടിച്ചിട്ടുണ്ട് മസാലയൊക്കെ. നമ്മൾ ഇന്നലെ ചിക്കനൊക്കെ ആക്കി വെച്ചോണ്ട് ഇറ്റ്സ് റിയലി സ്പൈസിയാണ്, ബട്ട് ഇറ്റ്സ് നോട്ട് ഓവർലി സ്പൈസി ഓൾസോ. ലൈക്ക് കറക്റ്റ് അളവിൽ സ്പൈസി. കുറച്ചാൽ പൈനാപ്പിളും കൂടി ഒക്കെ അടിക്കുമ്പോഴേ ഒരു സുഖം അല്ലേ? ഞാനൊന്ന് ആസ്വദിച്ചിട്ടൊരു പിടി പിടിക്കട്ടെ. ഓ മൈ ഗോഡ് ഗൈസ്, ബിരിയാണി വാസ് എ ഹ്യൂജ് ഹിറ്റ് കേട്ടോ. ഇറ്റ് വാസ് സോ യമ്മി. ഞാൻ പ്രതീക്ഷിച്ച അതേപോലെ ഞാൻ അമ്മയുടെ കൈ കൊണ്ട് ഉണ്ടാക്കിയ ബിരിയാണി കഴിച്ചിട്ട് കുറേ അധികം നാളായിട്ടോ. ഇറ്റ്സ് ബിൻ എ ഫ്യൂ ഇയേഴ്സ് അറ്റ്ലീസ്റ്റ്. ബിക്കോസ് നമ്മുടെ നാട്ടിൽ പോകുമ്പോഴും നമ്മളെപ്പോഴും ഈറ്റ് ഔട്ടാണ് ചെയ്യണതേ. ഞാൻ അമ്മയെ കൊണ്ട് ഞാൻ അധികം ഉണ്ടാക്കിപ്പിച്ചിട്ടില്ല. എൻ്റെ ഓർമ്മയിൽ ഇറ്റ്സ് ബിൻ അറ്റ്ലീസ്റ്റ് എ കപ്പിൾ ഓഫ് ഇയേഴ്സ് അമ്മേനെ കൊണ്ട് ഉണ്ടാക്കിയിട്ടില്ല. അമ്മയുടെ ഹോം മെയ്ഡ് ബിരിയാണി ഞാൻ കഴിച്ചിട്ട് കേട്ടോ. സോ വാസ് സോ യമ്മി. ഐ ഹേറ്റ് സോ മച്ച്. സുണിലൊക്കെ രണ്ടാമതെടുക്കണ ഞാൻ കണ്ടു. നല്ല ടേസ്റ്റായിരുന്നു. നമുക്കെല്ലാവർക്കും അമ്മമാരുണ്ടാക്കിയ ഫുഡാണല്ലോ കൂടുതൽ ഇഷ്ടമാവാറ്. എനിക്കും അങ്ങനെ തന്നെയാണ്. ഞാൻ ഉണ്ടാക്കിയ ഫുഡിനെക്കാട്ടും ഇഷ്ടം അമ്മ ഉണ്ടാക്കിയ ഫുഡ് തന്നെയാണ്. ഞാൻ ബിരിയാണി ഉണ്ടാക്കും, ബട്ട് ഇറ്റ്സ് നോട്ട് ആസ് നൈസ് ആസ് ദിസ്, ലൈക്ക് ഫ്ലേവർ വൈസ്. അപ്പോൾ എനിക്ക് തോന്നി ദാറ്റ് ഇനിയിപ്പോൾ ഗോയിങ് ബാക്ക് ടു മൈ ബിരിയാണി വിൽ ബി വെരി ഹാർഡ്. ഞാൻ കുറച്ച് നാളത്തേക്കെങ്കിലും ബിരിയാണി ഉണ്ടാക്കാൻ പാടില്ല തോന്നുന്നു. ഇറ്റ് വാസ് റിയലി ഗുഡ്. ആൻഡ് അതിൻ്റെ ഒരു പ്രോപ്പർ എന്താ പറയുക, ദ സ്റ്റാമ്പ് ഓഫ് സക്സസ് കാണുന്നത് ഇസ് മൈ മോൻ കണ്ട് അറിയാലോ. നന്നായി ഉറങ്ങിയിട്ടോ. വെടി പൊട്ടിയാൽ പോലും അറിയാത്ത മാതിരി ഞാൻ കിടന്നുറങ്ങി. നല്ല ഹാങ് ഓവർ ഉണ്ടായിരുന്നു അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ. ഐ ഏറ്റ് റിയലി വെൽ. ആൻഡ് ബിരിയാണി കഴിച്ചാൽ സ്വതവേ നമുക്ക് ഒത്തിരി ഉറക്കമൊക്കെ വരുമല്ലോ. നെയ്യും ആ ഒരു ചിക്കനും എല്ലാം കൂടെ കഴിച്ചിട്ട് അങ്ങനെ ക്ഷീണമില്ല. ഞാൻ ഉറങ്ങി. ആൻഡ് ഞാൻ കണ്ണു തുറന്നപ്പോൾ ആലോചിച്ചു, അയ്യോ ഞാൻ കൺക്ലൂഷൻ വരെ എടുത്തിട്ടില്ലല്ലോ ഈ വീഡിയോ ഉണ്ട്. ബിക്കോസ് ഞാൻ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ സാശുമണിക്ക് ഉറക്കം വന്നു. പിന്നെ അവളെ ഉറക്കി. ആൻഡ് ഞാൻ അവളെ ഉറങ്ങിയതിന് ശേഷം
ഞാനും സോണിലും കുറച്ച് നേരം സ്ക്വിഡ് ഗെയിംസിൻ്റെ പുതിയ സീസണൊക്കെ വന്നിട്ടില്ലേ, അത് കുറച്ച് നാളായി, കുറച്ചേ കാണാൻ പറ്റുള്ളൂ, ഇങ്ങോട്ട് ഫുള്ള് കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് കാണാൻ വേണ്ടി ഇരുന്നു. ആൻഡ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ പറ്റുന്നില്ല, ഐ എം ഫീലിംഗ് സോ ടയേർഡ്. ഞാൻ ഒന്ന് കിടന്ന് കാണാമെന്ന് വിചാരിച്ച് കിടന്നതേ ഞാൻ അറിഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഐ ഡോണ്ട് നോ വെൻ ഐ ഡോസ്ഡ് ഓഫ്. അങ്ങനെ ഞാൻ കൗച്ചിൽ ഉറങ്ങിപ്പോയി, ഭയങ്കര ടയേർഡായിട്ട് ഉറങ്ങിപ്പോയി. ആൻഡ് ഐ ജസ്റ്റ് വോക്ക് അപ്പ് നൗ കേട്ടോ. വൈകുന്നേരം 5 മണിയായി, അപ്പോഴാണ് ഒന്ന് എണീക്കണത്. എപ്പോൾ ഉറങ്ങിയ ആളാരോ ഞാൻ. ഇടയിട്ടേക്ക് ഭയങ്കര ഉറക്കാം, അമ്മ വന്നതിന് ശേഷം തോന്നുന്നു, ബിക്കോസ് ഒന്നും കാര്യമായിട്ട് ചെയ്യാനില്ലല്ലോ എന്നുള്ളൊരു ഇതിൽ ഐ എം സ്ലീപ്പിംഗ് എ ലോട്ട് മോർ. ഭയങ്കര റെസ്റ്റ് കിട്ടുന്നുണ്ട്. അതിൻ്റെ കൂടെ തോന്നുന്നു ദാറ്റ് ഐ പുട്ട് ഓൺ സം വെയിറ്റ്. ബട്ട് യാ, ബിരിയാണി വാസ് എ ഹ്യൂജ് സക്സസ്. ഈ റെസിപ്പി എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യണം തോന്നി. ആൻഡ് ഷെയറിങ് മാത്രമല്ല, ഐ തിങ്ക് ഇറ്റ്സ് എ റെസിപ്പി ഐ തിങ്ക് ദാറ്റ് ഹാസ് ടു ബി ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ അത് ഹാൻഡ് ഓവറായി കൊണ്ടുപോകേണ്ട നമ്മുടെ ഒരു റെസിപ്പിയല്ല അത്. ബിരിയാണി നമ്മുടെ നാട്ടിൽ എന്ത് ഫേമസാണ്, നമ്മുടെ കോഴിക്കോടും ഒക്കെ ഉള്ള ബിരിയാണികളൊക്കെ ഭയങ്കര ഫേമസ് അല്ലേ. നമ്മുടെ മലബാർ ബിരിയാണി തന്നെ ഇറ്റ്സ് സോ ഫേമസ് അക്രോസ് ദ വേൾഡ്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോപ്പർ ബിരിയാണി എങ്ങനെ ഒത്തൻറ്റിക്കലി ഉണ്ടാക്കി ആ ടേസ്റ്റ് വരണ കറക്റ്റ് ആ റൈസിൻ്റെ ഒരു എന്താ പറയുക, ബോയിലായി കുക്കായ റേഷ്യോ ആൻഡ് ഓൾ ഓഫ് ദാറ്റ് മാറ്റേഴ്സ്. ഐ മൈറ്റ് നോട്ട് ബി ഏബിൾ ടു ഡു ഇത്രയ്ക്ക് നന്നായിട്ട്. ബട്ട് ഈ വീഡിയോ കണ്ടിട്ട് ചിലർക്കൊക്കെ ചിലപ്പോൾ അത് റെസിപ്രിക്കേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും ആൻഡ് അതുമാതിരി ചെയ്യാൻ പറ്റുമായിരിക്കും. ആൻഡ് ഐ തിങ്ക് ദാറ്റ് വിൽ ബി റിയലി ഗ്രേറ്റ്, ബിക്കോസ് ട്രൈ ഔട്ടോ. ഞാൻ വെറുതെ പറയല്ല, ഇറ്റ്സ് ആക്ച്വലി റിയലി യമ്മി. ഭയങ്കര ആ എവറിത്തിങ് വാസ് സോ യമ്മി. ഞാൻ പറയും എപ്പോഴും ബിരിയാണി കഴിച്ച ദിവസമൊക്കെ ഇനിയിപ്പോൾ ഞാൻ രാത്രി ഡിന്നർ സ്കിപ്പ് ചെയ്യും എന്നൊക്കെ. ബട്ട് അത് നടക്കാറില്ല. കുറച്ച് കഴിഞ്ഞ് എനിക്ക് വിശക്കും. ഐ തിങ്ക് ഇറ്റ്സ് ദ ഇഞ്ചി ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. വേഗം ദഹിക്കും എനിക്ക് കേട്ടോ. സോ ചിലപ്പോൾ ഞാൻ രാത്രി കഴിച്ചു എന്ന് വരും. നോ, ആക്ച്വലി നോ, ഐ ഷുഡ് ഈറ്റ് ലെസ്. തടി കൂടുന്നുണ്ട്. എനിവേസ്, അപ്പോൾ അമ്മയുടെ ഈ ഒരു സ്പെഷ്യൽ ബിരിയാണിയുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണു. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്യേണ്ടി വന്നത്, ബിക്കോസ് ചെമുട്ടത്തിണ്ട് കേട്ടോ. നീ എന്താ ഇവിടെ, പോലീസുകാർക്ക് എന്താ ഈ വീട്ടുകാര്യം? അപ്പോൾ അമ്മയുടെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. പോപ്കോൺ വേണോ? നമുക്ക് വല്ല തിയേറ്റർ പോവാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യൂ. അച്ഛ ഇപ്പോഴും ഉറങ്ങാടാ ബിരിയാണിയുടെ ക്ഷീണത്തില്. നിനക്ക് വേണോ കുറച്ച് ബിരിയാണി? അതെയോ? ഓക്കെ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവരും പ്ലീസ് മറക്കാതെ ഷെയർ ചെയ്യൂ ഈ റെസിപ്പി എല്ലാവരുമായിട്ട്. സബ്സ്ക്രൈബ് ചെയ്യൂ ചാനലിൽ. കുറേ പേര് അത് മറക്കണു. നമുക്ക് നമ്മുടെ ചാനൽ ഗംഭീരമായിട്ട് ലൈക്ക് കുറച്ചും കൂടെ അങ്ങോട്ട് ഉഷറാക്കി എടുക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. സോ അതിന് നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ പറ്റില്ല. സോ പ്ലീസ്, ഒരു ചെറിയ ബട്ടണാണ്, പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. ആൻഡ് ഞാൻ പറഞ്ഞ മാതിരി കമൻറ്റ് ചെയ്തെല്ലാം അറിയിക്കൂ. ബിക്കോസ് ഞാൻ എല്ലാ കമൻസും വായിക്കുന്നതാണ്. എല്ലാത്തിലും ഞാൻ റിപ്ലൈ അയക്കുന്നുണ്ടാവും. പാവമാതിരിക്കണമൊക്കെ അവൾ അങ്ങനെയൊന്നും അല്ലാത്ത സാധനം. അപ്പോൾ എല്ലാവരും പ്ലീസ് കീപ് സപ്പോർട്ടിങ്. ഇനിയും കുറേ വീഡിയോസ് വരുന്നുണ്ട്. So please keep watching my channel as well. So thank you for watching, and until we see you in the next video, this is bye from Shruti and bye from okay louder ഇത് ഇവിടെ ഈ ഡയലോഗ് ഇവിടെ അവിടെ ഇവിടെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ഞാൻ കേൾക്കുന്നുണ്ട്. Alright guys, see you. This is bye from Sydney Malayali. Bye.